എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അനുമോളുടെ? ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാള്. ശരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ? അമ്മേ, അയ്യോ, എന്റെ ദൈവമേ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു പ്രൊമോ അല്ലെ. സത്യം പറയട്ടെ, ഒരു പ്രേമം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിമനോഹരമാണെന്നുള്ളതാണ്. സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ പ്രണയിച്ച് നടന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ്. പ്രണയം അത് തുറന്നു പറയാന്നുണ്ടെങ്കിൽ അതൊരു ചങ്കൂറ്റം തന്നെ വേണം. പല പ്രണയങ്ങളും പലപ്പോഴും പലരും പറയാതെ മനസ്സിനകത്ത് വെച്ച് അത് ഉണങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് അനുമോളോട് പ്രേമം തോന്നാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. പ്രേമം ആർക്കും തോന്നും. ഏകദേശം 10-90 ദിവസത്തിന്റെ അടുത്ത് ആവാറായി അവരവിടെ നിൽക്കുന്നു. തീർച്ചയായിട്ടും ഒരുമിച്ച് നിൽക്കുന്ന ആളുകളുടെ ഏറ്റക്കുറച്ചിലുകളും സ്നേഹവും ദേഷ്യവും വാശിയും അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് അനുമോളോട് പ്രേമം തോന്നിയതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. അതായത് ഒരു പക്ഷേ ഇത് റിയൽ ആകാം, റിയൽ അല്ലാതിരിക്കാം. പക്ഷെ അനീഷ് ഏട്ടന്റെ മുഖം കണ്ടിട്ട് എനിക്കത് റിയൽ ആയിട്ട് ആൾക്ക് തോന്നിയതായിട്ടാണ് തോന്നുന്നത്. കാരണം അയാൾ ഒരു ഡൈവേഴ്സ് ആയ മനുഷ്യനാണ്. അയാളെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് അനുമോൾ എന്ന് അയാള് ചിലപ്പോ ധരിച്ചു വെച്ചിരിക്കാം. തെറ്റിദ്ധാരണയാണോ ശരിധാരണ എന്ന് അറിയില്ല, എന്നാലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകാം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇനിയിപ്പോ അനുമോള് മേക്കപ്പ് ഇട്ട് കൊടുക്കാറുണ്ട്, അതേപോലെ തന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അതൊക്കെ അയാളെ മനസ്സിൽ ഒരു പ്രേമമായി തോന്നുന്നതിൽ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. ഇതൊരു കുറ്റമായി കാണുന്ന ആളുകളുണ്ട്. അതായത് ഇത് ജയിക്കാൻ വേണ്ടി വരുന്ന കാണിക്കുന്നതാണ്. അതേപോലെ അനീഷേട്ടൻ ഇത് തുറന്നു പറഞ്ഞത് കൊണ്ട് അയാളുടെ വോട്ട് കുറയുന്നൊക്കെ എനിക്ക് തോന്നുന്നില്ല വോട്ട് കുറയുന്നു. അതിവിടെ PR ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് അനുമോളുടെ ഉണ്ട്, അതേപോലെ അനീഷേട്ടന്റെ ഉണ്ട്. അവർ പണിയെടുക്കുന്നുണ്ടാകാം ഏത് രീതിയിലാണ് ഇത് കൊണ്ടുപോകുക എന്നുള്ളത്. അത് എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ആ പ്രൊമോ കണ്ട ഏതൊരു മനുഷ്യൻ ആ നിമിഷം കൊണ്ട് അവര് അങ്ങനെ ഒളിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകാം അല്ലെ. എന്റെ ഒരു അഭിപ്രായത്തില് നല്ല രസമുള്ള കോംബോ ആയിട്ട് തന്നെ പോകും. പക്ഷെ ഇവിടെ അനുമോള് ഒരു കാര്യം തുറന്നു പറയാൻ എല്ലാ ഇടങ്ങളിലും ഭയങ്കരമായിട്ട് പിശുക്ക് കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. അയാൾ ആ കസേരയിൽ ഇരുന്നത് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഊഞ്ഞാലിൽ ഇരുന്ന് പറയുന്ന സമയത്ത് ഒറ്റയടിക്ക് മുഖത്ത് നോക്കി പറയാം, ചേട്ടനെ ഞാൻ അങ്ങനെയല്ല കണ്ടിട്ടുള്ളത്. ബ്രദറായിട്ട് കണ്ടു പറഞ്ഞാൽ തേപ്പ് എന്ന് പറയും. പക്ഷെ ഇവിടെ തേപ്പിന്റെ കാര്യമൊന്നുമില്ല. കാരണം അവർ ഒരുമിച്ച് അങ്ങനെ പ്രേമമായിട്ട് നടന്നിട്ടൊന്നുമില്ലല്ലോ. അനുമോൾക്ക് കൃത്യമായിട്ട് അത് പറയാമായിരുന്നു. എന്റെ കൺസെപ്റ്റില് അനീഷ് ഏട്ടാ നിങ്ങളെ പോലെയുള്ള ഒരാളല്ല അത് പറഞ്ഞാൽ മതി. പക്ഷെ അനുമോള് പറഞ്ഞ കാര്യങ്ങൾ വീട്ടിലത്തെ പ്രയാസങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോ കേരളത്തിലുള്ള കൊച്ചു കുട്ടികൾക്ക് പോലും അനുമോളുടെ വീട്ടിലത്തെ പ്രശ്നങ്ങൾ അറിയാന്നുള്ളതാണ്. എങ്ങനെയാണ് അവർ ജീവിച്ചതെന്നും അതൊന്നും ഞാൻ റബ്ബറും പാലടക്കം എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കുറെ സംഭവങ്ങള്. ഞാൻ ചെയ്യാത്ത ജോലികളില്ല. അനുമോള് ഇപ്പൊ സത്യം പറയുന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇപ്പൊ അവിടെ നിൽക്കുന്നത്. അതായത് എല്ലാ ജോലിയും ചെയ്ത കുടുംബം നോക്കുന്ന കുടുംബിണിയായിട്ട് ഉള്ള ഒരു സ്ത്രീ അങ്ങനെയാണ് കാണുന്നത്. കുലസ്ത്രീ എന്നൊക്കെ അവൻ ഒന്ന് കളിയാക്കുന്നുണ്ടെങ്കിൽ പോലും അവർ അടിപൊളിയാണ് എന്ന് ഇവിടെയുള്ള കുടുംബ പ്രേക്ഷകർ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അനീഷേട്ടന്റെ മുഖത്ത് നോക്കി പറയേണ്ട രീതി അതായിരുന്നില്ല. അനീഷേട്ടൻ അവിടുന്ന് പിണങ്ങിപ്പോയി. അനീഷേട്ടൻ അറിയാം അവളുടെ പ്രാരാബ്ദത്തിനെ കുറിച്ചിട്ട് എല്ലാ കാര്യത്തിനും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ഒരു പ്രേമം അയാൾക്ക് വരുന്നത്, ചോദിക്കുന്നത്, പറയുന്നത്. പക്ഷെ അനുമോള് വളഞ്ഞു തിരിഞ്ഞ് പറയാൻ തുടങ്ങി. ആൾ അവസാനം കിച്ചണിലേക്ക് ഇറങ്ങി അങ്ങ് പോയി. പിന്നീട് അയാൾ മുഖം കൊടുത്തിട്ടില്ല. പിന്നെ ആൾക്കൊരു പ്രത്യേകത ഉണ്ട്. ആള് ആ ഒരു മൈൻഡ് വിടില്ല. പിന്നെ അതങ്ങനെ പിടിച്ചു നിൽക്കും. അനുമോള് പിന്നെ നേരെ പോയത് ആദിലയുടെ അടുത്തേക്കാണ്. ഇവര് തമ്മിൽ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ആദിലയോട് തുറന്നു പറയാൻ പോയി. ആദിലയോട് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് പറയാൻ ആരുമില്ല, ഇങ്ങനൊരു സംഭവം സംഭവിച്ചു എന്നുള്ളത്. ആദില അതിന് പിന്നെ കൂട്ടുകൂടുന്നു. പിന്നെ ആദില നൂറ കൂട്ടുകൂടുന്നു. ആ ഒരു കൂട്ടുകെട്ട് ആരും ആഗ്രഹിക്കുന്നില്ല, എന്നാലും അവർ കൂട്ടുകൂടുന്നു. അങ്ങനെ കാര്യങ്ങൾ തുറന്നു പറയാണ്. അനീഷേട്ടൻ്റെ അടുത്ത് പോയി പറയാൻ പറയുന്നു. അനീഷേട്ടൻ്റെ അടുത്ത് പോയി പറയുമ്പോൾ അനീഷേട്ടന് ആകെ മൂഡ് ഓഫ്. അനീഷേട്ടനോട് പറയുന്നുണ്ട് ആ മൈജി കോർണറിലേക്ക്, അതായത് കുരുതി കോർണറിലേക്ക് വായന ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന്. അനീഷേട്ടൻ അത് തള്ളി ഒഴിവാക്കുക. പിന്നീട് നടന്ന കാര്യങ്ങൾ അത് നിങ്ങൾ കാണുക തന്നെ വേണം. അതിന് മുന്നേ ഒരു ചെറിയ രസകരമായിട്ടുള്ള ഒരു സംഭവം കൂടി ഒന്ന് കാണാം. അനീഷേട്ടൻ ഞാൻ സിംഗിളാ. അനീഷേട്ടന് സമ്മതമാണെങ്കിൽ ഞാൻ റെഡിയാ. ഒരിക്കലും ജീവിതകാലത്ത് എനിക്ക് സമ്മതമേ അല്ല. ചില സന്ദർഭങ്ങളിൽ നമുക്ക് സഹമത്സരാർത്ഥികളോട് ഇഷ്ടം തോന്നാറുണ്ട്. അനുമോൾ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിനെ സൗഹൃദമായിട്ടും പ്രണയമായിട്ടും ഒക്കെ നമുക്ക് കാണാം. ഇത് പഴയ വീഡിയോസ് ആണ്. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരിക്കലും അനുമോളെ എനിക്ക് ഇഷ്ടപ്പെടാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പല പ്രണയങ്ങളും ഉണ്ടാവുന്നത് തല്ലിൽ നിന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ തല്ലിൽ നിന്നൊക്കെ ആവും പ്രണയം ഉണ്ടായിട്ടുണ്ടാവുക. അതങ്ങനെയാണ്. നമ്മളും ഒരു പൂവാലനൊക്കെ ആയിരുന്നടേ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പൊ വരും. ഓക്കെ, എന്തോ ആവട്ടെ, ഇതൊക്കെ രസകരമായ നിമിഷങ്ങളൊക്കെ തന്നെയാണ്. ഈ ചങ്ങാതി ഒരു മനുഷ്യനെ, ഒരു സ്ത്രീയെയും അവിടെ അവഹേളിച്ചിട്ടില്ല, ഒരു മനുഷ്യനെ തെറി വിളിച്ചിട്ടില്ല, ഒരാളോടും അനാവശ്യമായിട്ട് വൃത്തികേടുകൾ പറഞ്ഞിട്ടില്ല. അവിടെ ബാക്കിയുള്ള എല്ലാവരും ഡബിൾ മീനിങ് ആണെങ്കിലും തെറികളാണെന്നുണ്ടെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അനീഷേട്ടൻ അങ്ങനെയല്ല. അനീഷേട്ടന് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ആളല്ല ആള്.
പക്ഷെ മലയാളികൾ അയാളെ ഏറ്റെടുക്കുന്നു. അയാളുടെ ജെനുവിനിറ്റിയാണ് അതിന് കാരണമായിട്ടുള്ളത്. അനിമോൾക്ക് തുറന്നു പറയാമായിരുന്നു അല്ലേ? പക്ഷെ അനിമോൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി. പുള്ളി ചിലപ്പോ ഇന്ന സന്തോഷത്തോടെ പറഞ്ഞല്ലോ നമുക്കെന്ന് വിവാഹം കഴിച്ചാലോ എന്ന്. അപ്പൊ പുള്ളി അങ്ങനെ പറയുമ്പോ ഞാൻ ചേട്ടാ എന്നാ അങ്ങനെ ആവട്ടെ അങ്ങനെ വിചാരിച്ചാണോ? അല്ല സീരിയസ് ആയിട്ടോ? അങ്ങനെ വിചാരിക്കുവോ? അയ്യോ ഞാൻ മിണ്ടുന്നത് കണ്ടപ്പോ അങ്ങനെ വിചാരിച്ചിരിക്കൂലേ? അപ്പൊ ഞാൻ എന്റെ പ്രാരാബ്ദം പറഞ്ഞപ്പോ പുള്ളി വിചാരിച്ചു വേണ്ട അത് ശരിയാവൂല, കുട്ടി 2 വർഷം കൂടെ കാത്തിരിക്കും. അപ്പൊ പുള്ളിക്ക് 40, 42 വയസ്സ് അടുപ്പിച്ചാവും. അയ്യോ ചിന്തിക്കാൻ കൂടി വയ്യ. ഓക്കെ, ഇവിടെ അനിമോള് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഓക്കെ, അതായത് പ്രായം ഒരു പ്രശ്നമായിട്ട് തന്നെ അനിമോള് കാണുന്നുണ്ട്. അനിമോൾക്ക് അത് പറയാമായിരുന്നു. പക്ഷെ ചില ആളുകൾക്ക് പെട്ടെന്ന് റിയാക്ഷൻ ഇങ്ങനെയൊക്കെ ആവാം. അനിമോൾ ഇതൊരു കണ്ടന്റ് ആക്കി എടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് അത് പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ്. തളർന്നിരുന്ന സമയത്ത് കൂടെ നിന്നൊരു മനുഷ്യനാണ്. ആൾക്ക് ചിലപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ഇഷ്ടമായിട്ടും സ്നേഹമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടാകാം. ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ സംഭവിക്കും, അത് അങ്ങനെയാണ്. പക്ഷെ അനിമോൾ എന്തുകൊണ്ട് ഇത് തുറന്നു പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് വലിയൊരു സങ്കടം എനിക്കുള്ളത്. അപ്പൊ അതിലിടയിൽ നൂറുടെ അടുത്തും പോയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ഈ ഒരു സമയം വരെ ഏകദേശം 2:30-3 മണിയാ പറയാം, ഇതുവരെ അനിമോൾ അവിടെ സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്നെക്കാളും ഒന്നെങ്കിൽ എന്റെ പ്രായം അല്ലെങ്കിൽ എന്നെക്കാളും 1-2 വയസ്സ് മുമ്പ് മതി. എനിക്ക് അതേ കൂടുതൽ പറ്റത്തില്ല. 3 പിന്നെയും കുഴപ്പമില്ല. 3 വയസ്സ് പക്ഷെ പറ്റില്ല. പ്രായമാണോ ബാരിയർ? പ്രായത്തിന്റെ അല്ല, നീ പോയോടെ കരഞ്ഞോട്ടെ. പ്രായം വിട്. ആ വ്യക്തിയെ നീ നിനക്ക് നിന്റെ വരനായിട്ട് സ്വീകരിക്കാൻ പ്രായം നോക്കിയല്ലോ ഒരാളെ സ്നേഹിക്കുന്നല്ലോ. പ്രായം നോക്കിയല്ല സ്നേഹിക്കുന്നത്. പക്ഷേ എനിക്ക് വലിയ ഓക്കെ, എനിക്കും വലിയ ഒരു കൺസെപ്റ്റ് എന്നാണ്, നിങ്ങൾ ശബ്ദം കേട്ടിട്ടുണ്ടാവില്ല. പ്രായമല്ല പ്രശ്നം. കൺസെപ്റ്റില് ചിലപ്പോൾ അനീഷേട്ടൻ സുന്ദരനായിരിക്കില്ല. അവരെ മനസ്സിലുള്ളത് 2-3 വയസ്സിൽ ഡിഫറെന്റ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. അനീഷേട്ടന് ഇവർ തമ്മിൽ 32, 40, 39 ഏകദേശം 5-6 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ആ ഒരു വ്യത്യാസം അനിമോൾക്ക് താല്പര്യമില്ല. സിമ്പിളാണ്. ഇതിപ്പോ ഏതൊരു വ്യക്തിക്കും അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ പറയാന്. അതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ മതി, തീരാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് ഇവരോടാണ് ചർച്ച ചെയ്യുന്നത്, ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. എനിക്ക് വലിയ കൺസെപ്റ്റ് എന്ന് പറയുമ്പോ എന്തായിരിക്കുക കൺസെപ്റ്റ് ഒരു പിടിയില്ല. എന്തായാലും കൊള്ളാം, തുടർന്ന് കാണാം. അങ്ങനെ എനിക്ക് അയാളെ കാണാൻ പറ്റില്ല. പോയി ഡയലോഗാണ് ചേട്ടൻ എന്നെക്കാളും നല്ല പെൺകുട്ടിയെ കിട്ടും ചേട്ടാ. അങ്ങനെ ഞാൻ പറയില്ല, അതെല്ലാരും അടിക്കുന്ന ഡയലോഗ്. അത് പ്രായത്തിന്റെ പ്രശ്നം, പ്രായം കൂടിപ്പോയോണ്ടല്ല പ്രശ്നമാവും. സങ്കല്പം അങ്ങനെയല്ല. എനിക്ക് ഓരോ സങ്കല്പം ഉണ്ടാവുമല്ലോ. അതെ, എല്ലാവർക്കും ഓരോ സങ്കല്പങ്ങൾ ഉണ്ടാവും. അനീഷേട്ടൻ കൂടുതൽ ഇടപഴകി സംസാരിച്ച സമയത്ത് ആള് ആ ഒരു കെയറിങ്ങും കാര്യങ്ങളും കിട്ടിയെന്ന് തോന്നിയിട്ടുണ്ടാവും. അത് കൂടാതെ തന്നെ എന്ത് ചെയ്യാണെന്നല്ലേ അനിമോളെ ഞാൻ ഇങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്തെങ്കിലും അനിമോൾക്ക് അത് മനസ്സിലാക്കാമായിരുന്നു, അത് അപ്പൊ തന്നെ തിരുത്താമായിരുന്നു എന്നുള്ളതാണ്. ആളെ കുറ്റം പറയാൻ ഒരിക്കലും പറ്റില്ല. അയാൾക്ക് അങ്ങനെ ഒരു സ്നേഹം കിട്ടുമ്പോൾ അയാൾ ആ സ്നേഹം ആസ്വദിക്കും. ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട. പല വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. എപ്പിസോഡ് ആണെങ്കിലും ലൈവ് ആണെങ്കിലും നോക്കിയാൽ മനസ്സിലാവും. അനിമോളോട് ഒരു പ്രത്യേക താല്പര്യം ആൾ അന്നേ പ്രകടിപ്പിക്കുന്നുണ്ട്. അതൊരു സൗഹൃദമാണെന്ന രീതിയിൽ തന്നെയാണ് നമ്മളെല്ലാവരും കണ്ടിരുന്നത്. പക്ഷെ ആൾക്കുള്ളിൽ മനുഷ്യന്മാരല്ലേ പിള്ളേ, സ്നേഹവും കാര്യങ്ങളൊക്കെ ഏതൊരു മനുഷ്യന്റെ മനസ്സിലുണ്ടാവും എന്നുള്ളതാണ്. സഹജീവികളോട് സ്നേഹമില്ലെങ്കിൽ നമ്മൾ എന്ത് മനുഷ്യന്മാരാണല്ലേ. അതുകൂടാതെ തന്നെ നമുക്കൊരു പുരുഷന് ഒരു സ്ത്രീയോടല്ലേ താല്പര്യം തോന്നുക. ആ ഒരു താല്പര്യം അയാൾക്ക് കൃത്യമായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ ഇടതും വലതിരിക്കുന്ന ആളുകളെ പോലെയല്ല, ഡിഫറെന്റ് ആണ്. തോന്നിയിട്ടില്ല. ഞാൻ അബദ്ധത്തിൽ പറയും ചെയ്തു, പുള്ളിക്ക് ഇവിടെ സെക്യൂരിറ്റിയായിട്ട് നിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല. അപ്പൊ എന്നെ പറഞ്ഞ് പറ്റിക്കാറില്ലേ, നിങ്ങളല്ലേ പറഞ്ഞ മെയ് 30-ാം തീയതി 20-ാം തീയതി വരൂന്ന്. എന്തുകൊണ്ടിരുന്ന പറഞ്ഞ അനുവിന്റെ അമ്മയെ അച്ഛ സംഭവം രസകരമായിട്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പോലും അത്രമാത്രം ക്യാമറക്കുള്ളിലൂടെ അത് നമ്മൾ പുറത്തേക്ക് എത്തുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള ആളുകളുടെ ജീവിതം വെച്ച് തട്ടിക്കളിക്കുന്നത് ഒരു രസകരമായ കാര്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് പല കാര്യങ്ങളും അയാൾ ആ രീതിയിലാണ് അത് കണ്ടിരുന്നത് ചെയ്തിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ റിയൽ ലൈഫിൽ അത് പറയും. റിയൽ ലൈഫ് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ക്യാമറയിലൂടെ അത് പുറത്തേക്ക് വരുമ്പോൾ അത് അനിമോൾക്ക് കിട്ടുന്ന വോട്ടിൽ നിന്ന് ചെറിയൊരു ഡിഫറൻറ്റ് വരും. ചിലപ്പോ സാധ്യത ചിലപ്പോ കേട്ടോ, ഉറപ്പൊന്നുമില്ല. അനിമോളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ ഒരു കാരണം കൊണ്ടൊന്നും അനിമോളെ വെറുക്കാനൊന്നും താല്പര്യപ്പെടില്ല. എന്നാലും ഞാനൊരു സംശയം പറയാണ്, അതിലെ നൂറയ്ക്ക് ഒരു തമാശ മാത്രമായിരിക്കും ഇത്. അനിമോൾക്ക് ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ട്. ഇത് എങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരു പിടിയില്ല.
വേറെ എന്തൊക്കെയാ നമ്മൾ സംസാരിച്ചേ? ഇനി എല്ലാം കണക്ട് ചെയ്യുമ്പോ നമുക്ക് പ്രാന്ത് പിടിക്കും. പുള്ളി വരൂന്ന് പറഞ്ഞു എന്റെ ബർത്ത്ഡേ അന്ന്. അത് ഞങ്ങളൊക്കെ തിരക്കൊക്കെ ആണെന്ന് പറഞ്ഞു, പക്ഷെ എന്റെ എന്തായാലും വരും എന്റെ വരൂന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നലെ കിച്ചണിൽ നിന്നപ്പോഴും ഞാൻ കളിയാക്കി, സെക്യൂരിറ്റി ഇവിടെ നിൽക്കും പോകൂലെന്നൊക്കെ പറഞ്ഞപ്പോ, അപ്പൊ എന്റെ ബർത്ത്ഡേക്ക് വരില്ലേ, അത് ഞാൻ വരും എന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും വരും എന്ന് പറഞ്ഞു. ഓക്കെ, ഇനിയിപ്പോ പഴയ കാര്യങ്ങൾ ഏതെടുത്ത് നോക്കിയാലും ആ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ആ സമയത്ത് ചിലപ്പോൾ ആൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല. ഒരു പക്ഷെ ചിലപ്പോൾ ഈ ലാസ്റ്റ് ഒരാഴ്ചയിലാവും ചിലപ്പോൾ താല്പര്യം തോന്നിയിട്ടുണ്ടാവുക. കൂടുതൽ അടുക്കും തോറും ആണല്ലോ നമുക്ക് സ്നേഹം കൈമാറാൻ തോന്നുക. അത് അങ്ങനെ തോന്നിയിട്ടുണ്ടാകും. അനുമോൾ ഒരു ജ്യേഷ്ഠനെ പോലെ ആകാൻ കണ്ടിട്ടുണ്ടാവുക. അതുകൊണ്ടാണല്ലോ അനുമോൾ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത്. അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചിട്ട് അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എന്തായാലും ഒരു ചെറിയ കഷ്ണം കൂടിയാന്ന് കാണാം. അന്ന് നമ്മളെല്ലാരും ഫുഡ് കഴിച്ചപ്പോഴേ ഇവള് പറഞ്ഞു, അനീഷേട്ടന് വേറെ എന്താ അറിഞ്ഞൂടെങ്കിലും പ്രേമിക്കാൻ നല്ലോണം അറിയാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് മറ്റേ സ്റ്റോറി വെച്ച് കേട്ടിട്ട്. അപ്പൊ പുള്ളിക്ക് ഒരു ബ്ലഷ് അടിച്ച് പുള്ളി എണീച്ച് പോകുന്നത് കാണുന്നുണ്ട്. പുള്ളിനെ ഭയങ്കര മനസ്സിലായി. അപ്പൊ എനിക്ക് മനസ്സിലാവുന്ന ഒരാളാണ് വേണ്ടതെന്നൊക്കെ പുള്ളി വിചാരിച്ച. വേറെ ആരും പറഞ്ഞിട്ടില്ല പുള്ളിക്ക് നന്നായിട്ട് പ്രേമിക്കാൻ അറിയാന്നൊക്കെ. ശരി, എല്ലാം ലിങ്ക് ചെയ്യുമ്പോൾ ചിലപ്പോ എന്റെ ഒരു തോന്നലാണ് ഇങ്ങനെയൊക്കെ വന്നപ്പ. അതാണ് പോയിന്റ്. ആളെ മനസ്സിലാക്കിയിട്ടുണ്ട് അനുമോളെന്നും അനുമോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ള ആ ഒരു ഉൾവിളിക്കകത്ത് നിന്നാണ് ആ ഒരു പ്രേമം വന്നിട്ടുള്ളത്. പലപ്പോഴും പ്രേമം ഒറ്റ നോട്ടത്തിൽ വരുന്നൊക്കെ പറയില്ലേ, അതൊക്കെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് ഒരു ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം കണ്ടിട്ടുള്ള മാത്രമായിരിക്കും എന്നുള്ളതാണ്. ഒറ്റ നോട്ടത്തിൽ ഒരാളെ ഇഷ്ടപ്പെട്ട് പ്രേമം തോന്നണമെങ്കിൽ അത് അയാളുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് തന്നെയാണ്. പകരം ഒരുമിച്ച് ഒരുപാട് കാലം ജീവിക്കുന്ന ആളുകൾ, സുഹൃത്തുക്കളായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് പ്രേമം തോന്നുന്നത് പലപ്പോഴും അയാളുടെ സൗന്ദര്യം കണ്ടിട്ടാവില്ല. അത് ആ ഒരു പേഴ്സണാലിറ്റി കണ്ടിട്ടായിരിക്കും, ആ പെരുമാറ്റം കണ്ടിട്ടായിരിക്കും. ഇവിടെ അനീഷേട്ടൻ അനുമോളോട് സ്നേഹം തോന്നാന്, പ്രേമം തോന്നാനുണ്ടായ സാഹചര്യം ഒരു പക്ഷെ അത് തന്നെയാകാം. ഒരുമിച്ച് ഇടപഴകി നിന്നത് കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെച്ചപ്പോ അയാൾക്കുണ്ടായ ഒരു അനുഭൂതിയുടെ പുറത്ത്, അതായത് ഇത് റിയലിസ്റ്റിക് ഉള്ളിൽ നിന്ന് വന്ന പ്രേമായിരിക്കും. ആ ഒരു പ്രണയത്തെ, ആ ഒരു സ്നേഹത്തെ എനിക്ക് താല്പര്യമില്ല എന്ന് പറയാൻ അനുമോൾക്ക് റൈറ്റ് ഉണ്ട്. പക്ഷെ അനുമോൾ അത് തുറന്ന് ആ സ്പോട്ടിൽ പറയാതെ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പഴയ എന്താ പറയാ പ്രശ്നങ്ങളെ കുറിച്ചിട്ടും കാര്യങ്ങളെ കുറിച്ചിട്ടും പറഞ്ഞു കൊടുത്തതിന്റെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നമാണ്. ഇനി അനീഷേട്ടനെ കൺവിൻസ് ചെയ്യണം. അതിനുള്ള ചർച്ചകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേഗം പോയി നോക്കട്ടെ, അപ്ഡേഷൻ ആയിട്ട് വരാം. പിന്നെ അതേപോലെ തന്നെ നാളെ എവിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൺഡേ മാത്രമാണ് എവിഷൻ ഉണ്ടാവാറുള്ളത് അല്ലെ. ശനിയാഴ്ചത്തെ എവിഷൻ നടന്നിട്ടില്ല എന്നൊക്കെ ടീമുകൾ പറയുന്നത് കാണുന്നുണ്ട് ഫേസ്ബുക്കിലൊക്കെ. എന്തായാലും എവിഷൻ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ വരട്ടാ. അപ്പൊ അതുവരെയൊക്കെ സന്ദീപ് പോൾ സൈനിങ് ഓഫ്.